want nobody but you. I want nobody but you. I want nobody. നമ്മൾ 2.1 അസംബ്ലിംഗ് സീരീസ് തുടങ്ങിയില്ലായിരുന്നു കുറേ മുമ്പ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പാർട്ട് 5 മറ്റോ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അതായത് 2.1 ഹെവി ഏതൊക്കെ പാർട്സ് അതിന് നമ്മൾ സെലക്ട് ചെയ്യണം, വാട്ട്സ് അനുസരിച്ചും സ്പീക്കേഴ്സിന് സൂട്ടബിൾ ആയിട്ടും രണ്ട് തരത്തിലും നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ പാർട്ട് 5 സീരീസിലുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാബിനറ്റും ഇതിനകത്ത് കുറച്ച് സാധനമുണ്ട്. ഒരു ആംപ്ലിഫയറിനെ പറ്റി ഒരു എൻക്വയറി ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് 100 വാട്ട്സ് 2.1 വേണം എന്നാണ് പറയുക. അപ്പോൾ 100 വാട്ട്സിൽ ഇനി സബ് ഓഫർ ചെയ്ത് ഉപയോഗിക്കണം. അതിനകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെ വരണം, ഇൻപുട്ട് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നമുക്ക് ഏത് തരത്തിലുള്ള ക്യാബിനറ്റ് വേണം, പാനൽ എങ്ങനെ വേണം, എല്ലാം നമ്മളപ്പോൾ അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമുക്ക് മുൻകൂട്ടി ഒരു പ്ലാൻ ഇല്ല. അതെല്ലാം റെഡി നിങ്ങൾ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ എടുത്ത് സെയിൽ ചെയ്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു 100+100 ചാനലും 200 വാട്ട്സ്, അതായത് മിനിമം റെക്കമെൻഡേഷൻ 100+100 വാട്ടാണ് ഫ്രണ്ട് ചാനൽ ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ അതിൻ്റെ ഡബിൾ മിനിമം സബ് ഓഫറിന് ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടീഷൻ, ഞാൻ മനസ്സിലാക്കിയൊരു കണ്ടീഷൻ. അപ്പോൾ 100+100 ലെഫ്റ്റ് റൈറ്റ് സബ് ഓഫർ 200. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയതെങ്കിൽ അതിന് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് ചെറുതായിട്ട് പറയാം. SMPS സപ്ലൈ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ സപ്ലൈ രണ്ടും എടുക്കാം. നിങ്ങൾക്ക് ലീനിയർ പവർ സപ്ലൈ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കസ്റ്റമർ പറയുകയാണ് ഇങ്ങനെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അതല്ല നിങ്ങളിപ്പോൾ ഇനി കസ്റ്റമറൊക്കെ വിടും, നിങ്ങളൊരു ആവശ്യമാണ്, നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വേണം ഏത് എടുക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സബ് ഓഫറിൻ്റെ ബോർഡൊക്കെ ക്ലാസ് ഡി ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബെസ്റ്റ് SMPS ആണ്. അതിപ്പോൾ എത്ര വാട്ട്സ് എത്ര വോൾട്ടിൻ്റെ ബോർഡാണ് എന്നതനുസരിച്ച് നമ്മൾ വേണ്ട SMPS സെലക്ട് ചെയ്യണം. SMPSനെ പറ്റി ആദ്യം പറയുന്നത് എല്ലാവരും കൂടുതലായിട്ടും SMPSൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ കാണുന്നത് 24 വോൾട്ട് SMPS ആണ്. 24 വോൾട്ട് 7 ആംപിയർ SMPS ആണ്. ഇത് 50-050 10 ആംപിയർ SMPS ആണ്. 50-050 10 ആംപിയർ ഡുവൽ സപ്ലൈ SMPS ആണ്. അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു 12-012 നമുക്ക് പ്രീ സ്റ്റേജിന് വേണ്ട സപ്ലൈ സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ ഒരു ഫാനിനുള്ള കൺട്രോൾ, മറ്റ് പ്രീ സ്റ്റേജുകൾക്കുള്ള 12 വോൾട്ട്, അതായത് മറ്റ് ആവശ്യങ്ങൾക്കുള്ള 12 വോൾട്ടും ഇതിനകത്ത് സെപ്പറേറ്റ് ഉണ്ട്. അത് പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഡുവൽ സപ്ലൈ അല്ല, ഇത് സിംഗിൾ സപ്ലൈ ആണ്. 0.24 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട്. ഇതിലേക്ക് ഒരു സിംഗിൾ സപ്ലൈ 12 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഈ ബോർഡ് സിംഗിൾ സപ്ലൈ ആണ്, ക്ലാസ് ഡി ബോർഡാണ്. അപ്പോൾ നമുക്കിത് മാച്ചിങ് ആയിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. 24 വോൾട്ട് സപ്ലൈയിൽ ഈ രണ്ട് ബോർഡ് ഓരോ ബോർഡ് 100 വാട്ട് വെച്ച് തരും. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിനുള്ള പവർ വിത്ത് ഔട്ട്പുട്ട് ബോർഡ് സെലക്ട് ആയി. ആവശ്യമുള്ള സപ്ലൈ ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ സബ് ഓഫർ ക്ലാസ് ഡി ബോർഡ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ആംപ്ലിഫയർ വളരെ സ്ലീക്കായിരിക്കും, കാഴ്ചയിൽ വളരെ തിന്നായിരിക്കും, വളരെ വെയ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാബിനറ്റ് വേണം, ഏത് സൈസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ലേഔട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എത്ര ഹൈറ്റ് വേണം, എത്ര വിഡ്ത്ത് വേണം, എത്ര ഡെപ്ത് വേണം. അപ്പോൾ അഥവാ ഇനി ആരെയും കൂടുതൽ പവർഫുൾ ആയിട്ട് ഇപ്പോൾ 200 അല്ല 100+100 ഒരു 500 വാട്ട്സ് സബ് ഓഫറുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ SMPS ഉപയോഗിച്ചിട്ട് ഈ 50-050 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ തരത്തിലുള്ള ലേഔട്ടിൽ നമുക്ക് ഈ സപ്ലൈയും നമുക്ക് വേണ്ടി വരും. ഒരൊറ്റ ആംപ്ലിഫയറിനകത്ത് സെപ്പറേറ്റ് വിത്ത് 3 ബോർഡ് സെപ്പറേറ്റ് പവർ സപ്ലൈകൾ DC ഔട്ട് തന്നെ ഇതിലുണ്ട്. പവർ റെക്ടിഫയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം ക്ലാസ് ഡിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ക്ലാസ് ഡിനെ പറ്റി എനിക്ക് ഈ ഇതിൽ കൂടുതൽ പറയാനില്ല. ഇനി പറയാനുള്ളത് നമ്മളെ AB ക്ലാസ് AB. അപ്പോൾ ABയും നമുക്ക് SMPS വെച്ച് റൺ ചെയ്യാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോമർ സപ്ലൈ ആണ് എനിക്ക് ഏറ്റവും താല്പര്യം. എനിക്കതിലാണ് തൃപ്തിയായി തോന്നിയുള്ളത്. അപ്പോൾ 100+100ന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തു. ഇതാ ട്രാൻസ്ഫോമർ വല്ലാത്തൊരു വെയിറ്റാണ്, മാറ്റി വെക്കുന്നു. ആ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് റെക്ടിഫയർ ആയിട്ട് നമുക്കൊരു ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ വേണം. അപ്പോൾ ഔട്ട്പുട്ട് ബോർഡ് വേണ്ടത് ഇപ്പോൾ 100+100നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 100+100ന് ഞാനിവിടെ ഇപ്പോൾ ഒരു കുമാർ സ്റ്റീരിയോ. അപ്പോൾ ഇതിന് 100 വാട്ട്സ് പെർ ചാനൽ ഔട്ട്പുട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ സെക്ഷൻ റെക്ടിഫയർ, അതിലേക്ക് നമുക്ക് പ്രൈസ് നോക്കി ചെയ്യുകയാണെങ്കിൽ മോസ്ഫെറ്റ് മോണോ പോലത്തേക്ക് എടുത്തിട്ട് സബ് ഓഫറിന് ഔട്ട്പുട്ട് ഇടാം. മോസ്ഫെറ്റ് മോണോ മോശമല്ല, നല്ല ഔട്ട്പുട്ടാണ്. പ്രൈസ് കുറവാണ്, നല്ല ഔട്ട്പുട്ടുമാണ്. ഇത് മറ്റൊന്ന് നമുക്ക് ഇതേപോലെ 4 ട്രാൻസിസ്റ്റർ, ഇത് 40 വോൾട്ടിൽ റൺ ചെയ്യുന്ന ഒരു മോണോ ബോർഡാണ്. ബ്രിഡ്ജ്ഡ് അല്ല, ഇത് ബ്രിഡ്ജ്ഡ് ബോർഡാണ്. ഇത് ബ്രിഡ്ജ്ഡ് അല്ല, മോണോ ബോർഡാണ്. അപ്പോൾ 100+100 കുമാറിലേക്കും ആ 200ലേക്കും നമുക്ക് മൊത്തത്തിൽ 40 വോൾട്ടാണ്. കാരണം കുമാർ
ബോർഡ് 42 വോൾട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പവർ സപ്ലൈ റെക്കമെൻഡേഷൻ 42 മാക്സിമം 42 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് 40 വോൾട്ട് സപ്ലൈ എടുത്താൽ ഈ ബോർഡും ഒറ്റൊന്നിൽ റണ്ണാവും, സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ പവർ സെക്ഷൻ അവിടെ തീരുമാനമായി. അപ്പോൾ ആ പവർ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 ചാനൽ, ഇതും ക്ലാസ് എ ബിയിൽ 2.1 ഔട്ട്പുട്ടാണിത്. ഇത് രണ്ടിലേക്കും നമുക്കൊരു റെക്ടിഫയർ, ആ ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഔട്ട്പുട്ട് സെറ്റായി. അപ്പോൾ ഈ തരത്തിലുള്ള അപ്പോൾ കാണിച്ച ട്രാൻസ്ഫോമർ അടക്കം ഇതേപോലെ ഒരു വലിയ ക്യാബിനറ്റ് മിനിമം വേണ്ടി വരും. ഇനി ഫ്രണ്ട് പാനൽ നമുക്ക് കാണണം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള 2.1 പാനലാണിത്. അതല്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മളെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്തെടുക്കുന്ന, നമുക്ക് പേഴ്സണലി അടിക്കുന്ന പാനലത്. ഓക്കെ, അപ്പോൾ ഈ പാനൽ നമ്മളെ ബ്രാൻഡിങ് ഒക്കെ ചെയ്താണ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള കോൺടാക്ട്സോ നിങ്ങൾക്ക് ഏരിയയിൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് വരച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ പാനലിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഡിജിറ്റലി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളത് എടുക്കാം. നോയ്സ് കുറവാണ്, നല്ല ക്ലീൻ സൗണ്ടാണ്, നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ്. അതായത് നോയ്സോ ഹമ്മിങ്ങോ മറ്റു മുമ്പ് പറഞ്ഞ ആ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെയുള്ള കിറ്റുന്നില്ല. അതുകൊണ്ട് ഇത് ഡിജിറ്റലി ആണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ 2.1ലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്ത സോഴ്സ്, നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു സോഴ്സ് കാണുന്നത് നമ്മൾ ബ്ലൂടൂത്താണ്. ബ്ലൂടൂത്ത് പാനൽ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പകാരിയോ, G-Star, ഇനി വേറെ ഏതൊക്കെയോ കമ്പനി, ഇഷ്ടം പോലെ കമ്പനികളുണ്ട്, ഏതും സെലക്ട് ചെയ്യാം. പിന്നെ ഇനി വേണ്ടത് കുറച്ച് ആക്സസറീസാണ്. അപ്പോൾ ബാക്ക് പാനൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അക്രിലിക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ വയറിംഗ് സിഗ്നൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീൽഡ് വയറാണ്. DC ആക്കിയതിൻ്റെയും മറ്റും നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രോങ് കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റൺ ചെയ്യാൻ. അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. ഇതുപോലെയുള്ള ബുഷ് കിറ്റ്, ഇങ്ങനെയുള്ള ഓർഡിനറി പാക്കറ്റുകളും കിട്ടാനുണ്ട്. സ്പീക്കർ സോക്കറ്റ് ആരും മറ്റേ ഓർഡിനറി ഉപയോഗിക്കേണ്ട, അത് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ളത് തന്നെ ഉപയോഗിക്കുക. AC കോഡ് വേറെ വഴിയില്ലല്ലോ, AC ഇൻപുട്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ലല്ലോ. സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഡിലേ, എന്തായാലും എത്രയാണോ നിങ്ങൾ ഔട്ട്പുട്ട് വാട്ട്സ് അതിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യുക. മാനുവലി ആണ് നമ്മളിപ്പോൾ പാനൽ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബസ്റ്റബിൾ കൺട്രോൾ വേണം. അല്ല ഡിജിറ്റലി സെറ്റ് ചെയ്യുന്നെങ്കിൽ റിമോട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പാർട്ട് 1, 2, 3 എല്ലാ കാര്യത്തിലും ഉണ്ട്. തുളയ്ക്കേണ്ടത് കാര്യങ്ങളെങ്ങനെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ പറയാനുണ്ടാവുക ഇതിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാർട്സൊക്കെ ഏതാ വേണ്ടതെന്നൊന്ന് കണ്ടെത്തി, ഔട്ട്പുട്ട് ഏതാ വേണ്ടത്, ബോർഡ് ഏതാ വേണ്ടത്, ക്യാബിനറ്റ് ഏത് വേണം, അതൊക്കെ ഇപ്പോൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ആ ഒരു സമയം വേണ്ടി വരും. കാരണം ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. അതൊക്കെ കണ്ടെത്തി സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക, വേണം വാങ്ങിയും വെക്കുക. നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും തുടങ്ങാം. 2.1 സീരീസ് ഫുൾ പ്ലേലിസ്റ്റ് അതിൽ തുടക്കം മുതൽ കാണാം.